just want to say something about CM of Kerala, ശ്രീ വി ഡി സതീശൻ. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ സാധിക്കാതിരുന്ന, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ സാധിക്കാതിരുന്ന, KPC പ്രസിഡന്റ് ആകാൻ സാധിക്കാതിരുന്ന, ഈവൻ ശ്രീ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മന്ത്രിയാകാൻ സാധിക്കാതിരുന്ന ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സന്തോഷമുള്ള വാർത്ത. സത്യം പറഞ്ഞാൽ ഒരു എക്സ്ചേഞ്ചിങ് ഓഫ് പവർ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി അധികാരമേൽക്കുന്ന ഒരു എക്സ്ചേഞ്ചിങ് ഓഫ് പവർ ആണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ഡെമോക്രസി. ദിസ് ഇസ് ദ വിക്ടറി ഓഫ് ഡെമോക്രസി. ക്യാപ്റ്റനോ ഒരു രാജാവോ അല്ല, ഇത് ജനങ്ങളുടെ നേതാവാണ്. നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച്, ഒരു റെവല്യൂഷൻ ഭരണത്തിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭരണത്തിന്റെ എല്ലാ തലങ്ങളിലും, ആഭ്യന്തരമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, വ്യാവസായികം, കാർഷികം തുടങ്ങി നമ്മുടെ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും വലിയൊരു റെവല്യൂഷൻ സൃഷ്ടിക്കാനായിട്ട് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിസഭയ്ക്ക് സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനോട് പറയാനുള്ളത് ഈ പറയുന്നത് പോലെ നേരത്തെ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന 20-30 വണ്ടി വാഹനങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു ധാർഷ്ട്യത്തോടുകൂടി ഒരു മുഖ്യമന്ത്രി നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരള ജനത പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉത്തരവാദിത്വം അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്നു ജനങ്ങൾ. പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ 2 പേരാണ് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ KC വേണുഗോപാലും. നിർണായകമായിട്ടുള്ള പങ്കാണ് ഇരുവരും വഹിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ. ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയ്ക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്നായി തുടങ്ങാം.